നമ്മൾ ബലിപെരുന്നാളിനോട് ഏതാണ്ട് അടുത്ത് കഴിക്കും. പേര് സൂചിപ്പിക്കുന്നത് മാതിരി പെരുന്നാളിനെ പ്രത്യേകമാക്കുന്നത് നമ്മൾ ആ പെരുന്നാളിനോടനുബന്ധിച്ച് നമസ്കാരത്തിന് ശേഷം നടത്തുന്ന ബലിയാണ്, ഉളുഹിയത്താണ്. ഉളുഹിയത്ത് ഈദുൽ അദ്ഹ, ആ പേര് തന്നെ ബലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഉളുഹിയത്തിൻ്റെ ആഘോഷം എന്നാണ് അല്ലാതെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് വിധേയമായി കൊടുത്ത, അതല്ലെങ്കിൽ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ ബലിയെറുക്കാൻ വേണ്ടി സന്നദ്ധമായതിൻ്റെ ഓർമ്മകളാണ്, അനുസ്മരണങ്ങൾ നമ്മളൊരു ആരാധനയും ആഘോഷവുമായി നടത്തുക. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ ബലിസ്ഥാനം മിനയിലാണെങ്കിലും പെരുന്നാളിനോടനുബന്ധിച്ച് ലോകത്ത് എല്ലായിടത്തും ആ ബലിയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളൊക്കെ ബലി നടത്താറുണ്ട്. അൽ ഹജ്ജുൽ അക്ബർ, യൗമുൻ നഹർ എന്നൊക്കെ ഈ ദിവസത്തെ പരിചയപ്പെടുത്താറുണ്ട്. ബലി എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ള ഭക്ഷണമാണ്. അതിൽ ജാതിയോ മതമോ ഭേദമന്യേ ആർക്കും അത് കൊടുക്കാം, നൽകാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ബലി അറുക്കപ്പെട്ടത് ഇസ്മായിലായിരുന്നുവെങ്കിൽ നമ്മൾ ആരെയായിരിക്കും അറുക്കുക? നമ്മളങ്ങനെ അറുക്കാൻ സന്നദ്ധമാകുമായിരുന്നു? നമ്മൾ അറുത്തു എന്ന് തന്നെ വെക്കുക, അത് ആർക്കാണ് ഉപകാരപ്പെടുക? ഇവിടെയുള്ള വന്യമൃഗങ്ങൾക്കാണ് ഉപകാരപ്പെടുക. അള്ളാഹുവിൻ്റെ പേരിൽ പോലും ഇവിടെ ഒരു ജീവൻ അപഹരിക്കരുത് എന്നാണ് മനുഷ്യബലിക്ക് പകരം ആ സ്ഥാനത്ത് മൃഗബലി മാറ്റപ്പെട്ടതിൻ്റെ ജീവിത സന്ദേശം. മനസ്സിലായി? അള്ളാഹുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ആരാധന പൂർണ്ണമാകണമെന്നുണ്ട് എങ്കിൽ സമസൃഷ്ടികളോടുള്ള കടപ്പാട് കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അള്ളാഹ്ക്ക് മാത്രം നൽകിയത് കൊണ്ട് പൂർണ്ണമാകുന്നതല്ല, നേരെ മറിച്ച് മനുഷ്യന് കൂടി നൽകുമ്പോഴാണ് അള്ളാഹുവിനോടുള്ള കടപ്പാട് പൂർണ്ണമാകൂ എന്നാണ് ബലിദാനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം. നമ്മുടെ പ്രിയപ്പെട്ടതെന്തും അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ എന്തും ഞാൻ സർവനാ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വാസിയാകണമെന്നുണ്ട് എങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്തും അവന്റെ മാർഗത്തിൽ കൊടുക്കാൻ. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ജീവിത രീതികളെ മുൻനിർത്തിയിട്ട് ഞാൻ സന്നദ്ധനാണ്, ഞാൻ അനുസരിക്കും. അള്ളാഹു പറഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ അതിന് ധിക്കാരമായിക്കൊണ്ട് ഒന്നും തന്നെ ചെയ്യുന്നവനല്ല. അവനാണ് മുസ്ലിം. മുസ്ലിം എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായ ജീവിതം കൊണ്ട് നേടിയെടുക്കുന്നതല്ല. അന അവ്വലു മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എന്താണോ നിന്റെ താല്പര്യത്തിന്, എൻ്റെ താല്പര്യത്തിന് എതിർ നിൽക്കുന്നതാണെങ്കിൽ കൂടി നിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഞാൻ നിലകൊള്ളുക എന്ന എൻ്റെ ജീവിത നിലപാടാണ് ഉളുഹിയത്തിലൂടെ നമ്മൾ നടത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാം, ഈ ദുനിയാവിലെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു. നമ്മളെ സംബന്ധിച്ചോ എന്താണ്? നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ ഇസ്മായിൽ ആരാണ്? ഒരുപക്ഷെ മക്കളേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന പലതും ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ അധികാര വടംവലികൾ, നമ്മുടെ സ്ഥാനങ്ങൾ, പദവികൾ, നമ്മുടെ ഗോത്രങ്ങൾ, നമ്മുടെ തറവാട്, നമ്മുടെ പേര്, നമ്മുടെ കുടുംബം, നമ്മുടെ രാഷ്ട്രീയം, ഇവിടെയൊക്കെ പല ഘട്ടങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ആയി വരാറുണ്ടല്ലോ. ആ കോംപ്രമൈസ് ആകുന്ന സാധനമാണ് നമ്മുടെ ബലി എന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മുടെ ഇസ്മായിൽ, നമ്മൾ കോംപ്രമൈസ് ആകാൻ വേണ്ടി വിധിക്കപ്പെടുന്ന ഏതാണോ അതാണ് നമ്മുടെ ഇസ്മായിൽ. നമ്മളിങ്ങനെ വല്ലാതെ ഭൂമിയോട് ഇങ്ങനെ ഒട്ടിപ്പോയിട്ട് വെറും ഭൗതിക ജീവികളായിട്ട് നിന്നിട്ട് വലിയൊരു പോത്തിനെ പിടിച്ച് അറുത്തിട്ട് എന്താ കാര്യം? നമ്മൾ അള്ളാഹുവിനോട് അടുക്കാൻ കഴിയുന്നതാണോ നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്?
മഹാനായ അലി ശരീഅത്തി പറയുന്നുണ്ടല്ലോ, പിടക്കുന്ന ഒരു ജീവൻ, ആ രക്തം ഇങ്ങനെ മണ്ണിൽ ഒഴുക്കാൻ ആ ജീവനെ നമ്മളിങ്ങനെ അറക്കാൻ പോവുകയാണ്. ആ രക്തം മണ്ണിലേക്ക് ഇങ്ങനെ ചീറ്റി വരാൻ പോവുകയാണ്. ആ ഞരമ്പുകളിൽ ഉദുഹിയത്തിറക്കുമ്പോൾ ഞരമ്പൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ കത്തി വെക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ തെറിച്ചു വരുന്ന ചോരയുണ്ട്, തുറിച്ചു നോക്കുന്ന കണ്ണുകളുണ്ട്. നമ്മൾ അറക്കുമ്പോൾ നമ്മുടെ കത്തി വശം കെട്ടുപോകും. ആ കയറുകൾ അയഞ്ഞയഞ്ഞു വരും. അതിൻ്റെ കാലുകളൊക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അവസാനം ഇങ്ങനെ അയഞ്ഞയഞ്ഞു പോരും. ആ ബലിയെറുക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഇബ്രാഹിമിന്റെ പിന്മുറക്കാര ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആദർശ പിതാവായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അനുസ്മരിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ അറിവ് നടത്തുന്നത്. ഇബ്രാഹിമിന്റെ പിന്മുറക്കാര, എന്തായിരുന്നു നമ്മുടെ നിയ്യത്ത്? എന്തായിരുന്നു നമ്മുടെ ഉദ്ദേശശുദ്ധി? ഒറ്റക്ക് കൊടുക്കുന്നവരുണ്ട്, ഷെയറായിട്ട് കൊടുക്കുന്നതുണ്ട്. പക്ഷെ നമ്മുടെ ജീവിത താല്പര്യങ്ങൾക്ക് പകരമാണോ നമ്മൾ ഒരുവിനെ കുടിച്ചു കൊണ്ടുവരുമ്പോൾ എൻ്റെ താല്പര്യത്തിന് പകരമാണോ നമ്മൾ സന്നദ്ധമായിട്ടുള്ളത് എന്നൊരു ചോദ്യം. നമ്മൾ ഇസ്മായിലിന് പകരമാണെന്ന് പറയുമ്പോൾ അത് നമ്മുടെ താല്പര്യങ്ങൾക്ക് കൂടി പകരമായിട്ട് മാറാൻ ഇല്ല. ബലിയെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പദാവലികൾ വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ദിക്റുള്ള എന്നുള്ളതാണ്. ബലി എന്ന് പറഞ്ഞത് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയുണ്ടാക്കാൻ കഴിയണം. ബലിമൃഗം അള്ളാഹുവിന്റെ ചിഹ്നമാണ്, അത് ഖൈറാണ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. ലഅല്ലക്കും തശ്കുറൂൻ, അള്ളാഹുവിനോടുള്ള നന്ദിയായിട്ട് മാറണം. അപ്പൊ വെറും ഒരു ദാനധർമ്മം മാത്രമല്ല ബലി എന്ന് പറയുന്നു. അതിൽ ഒരുപാട് അന്തസത്തകൾ, നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കേണ്ടതായ പലതും നമ്മൾ എത്ര നിസ്സാരത്തോടു കൂടിയിട്ടാണ് നമ്മളതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാറ് പോലുമില്ല പലപ്പോഴും. എന്താ ബലി കൊടുക്കാൻ, എന്താ പൊതുഹിയത്ത് എങ്ങനെയാ കൊടുക്കാതിരിക്കുക? പള്ളി പ്രസിഡന്റും ഹത്തീബും ഒക്കെ കൂടെ ഒന്നിച്ചിങ്ങോട്ട് വരുമ്പോ, കാരണം വരുന്നത് മുതലാളിമാരുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. അങ്ങനെ വരുമ്പോ ഞാൻ എങ്ങനെയാ കഴിയൂല എന്ന് പറയുക. ഇവിടെ നമ്മുടെ നെയ്യത്ത് അല്ലാഹുവിന്റെ തൃപ്തിയായിരുന്നോ നമ്മൾ വിലയിരുത്തുക. നമ്മൾ അറുക്കുന്ന ഒരു എൻ്റെ താല്പര്യങ്ങൾക്ക് പകരമായി മാറാറുണ്ടോ? അതിന് ഞാൻ കാണാറ് പോലുമില്ല. അല്ലെ, നമ്മൾ കാണാറുണ്ടോ? എവിടെന്നോ കുറെ മാടുകളെയൊക്കെ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ കച്ചവടമാക്കി പറയുന്ന കാശും കൊടുത്ത്, ഷെയറാണെങ്കിൽ ഷെയറും കൊടുത്തിട്ട് നമ്മൾ വരും. അത് കഴിഞ്ഞിട്ട് അത് അവർ അറവുകാരൊക്കെയോ അവരെ ഏൽപ്പിക്കും, അവർ നടത്തും എന്നുള്ളതാണ്. ഇതിലപ്പുറം ഇതിൻ്റെ ഒരു ആത്മാർത്ഥത നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹസ്രത്ത് ആദം നബി അലൈഹി ഇസ്ലാമിയുടെ 2 മക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ഹാബേലും കാബേലും. അതിൽ ഒരാളുടെ ബലി സ്വീകരിച്ചു, ഹാബേലിന്റെ ബലി സ്വീകരിച്ചു, കാബേലിന്റെ ബലി നിരസിക്കപ്പെട്ടു. എന്നിട്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഇന്നമാ യതഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുക മുത്തഖികളിൽ നിന്നാണ്. അല്ലാഹു ബലി സ്വീകരിക്കുന്നത് മുത്തഖികളിൽ നിന്നാണ്. വെറുതെ മാംസം ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മാംസം കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ നമുക്ക്? ഇവിടെയുള്ള മാർക്കറ്റുകളിലൊക്കെ നമുക്ക് മാംസം കിട്ടൂലേ? മാംസമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ദാനധർമ്മമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് കൊടുത്തുകൂടെ? അവിടെ എൻ്റെ തഖ്വ എന്തായിട്ട് മാറണം? ബലി നൽകുന്ന ജീവിത സന്ദേശം അതാണ്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലു തഖ്വ മിൻകും. അവിടുത്തെ മാംസ വിതരണമോ അവിടെ ഒഴുക്കപ്പെടുന്ന ചോരയോ അല്ല, നിങ്ങളിൽ നിന്ന് വരേണ്ടത് നമ്മുടെ തഖ്വയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക.
എന്താണ് നമ്മുടെ തഖ്വ എന്ന് പറയുന്നത്? ഈ ബലിയർക്കണ ഉരു തന്നെ ഹലാലാണോ? നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിക്കുക. ബലി അറുക്കുന്ന ആ ഉരു, അതിന്റെ മുതൽ സമ്പാദ്യം ഹലാലാണോ? ഇതാണ് മൗലികമായ തഖ്വ എന്ന് പറയുന്നത്. ബലിയുടെ തഖ്വ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഹലാൽ ഹറാമുകളെ നിജപ്പെടുത്തുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ബലി എങ്ങനെയാണ് പൂർണ്ണമാവുക? നമ്മുടെ കൈവശത്തിൽ കുറെ ഭൂമിയുണ്ടല്ലോ, ആ ഭൂമിയിൽ ഒരു മണ്ണുണ്ടല്ലോ, ഒരു മണ്ണിന്റെ തരി ഹറാമായ സമ്പാദ്യത്തിലൂടെ സമ്പാദിച്ചിട്ട് ആ സമ്പാദ്യത്തിന്റെ ലാഭവിഹിതമാണോ? ഞാൻ വലിയ മുതലാളിയും കേമനുമാണല്ലോ. ആ ഉരുവിന്റെ കാണുമ്പോ ഒരു 1.5-2 കിൻഡലുള്ള ഒരു ഉരു, എവിടുന്നാണ് ഈ ഉരു? അത് ഇന്നാലിന്ന ആണ് നൽകിയതെന്ന് പറയാനായിരുന്നോ നിന്റെ നെയ്യത്ത്? ഞാൻ വലിയ വീട് വെച്ചിട്ടുണ്ട്, അവിടുത്തെ സിമന്റ് ഹലാലാണോ? അവിടുത്തെ കല്ലുകൾ ഹലാലാണോ? അവിടുത്തെ നമ്മൾ ചെയ്തിട്ടുള്ള സമ്പാദിച്ചതും അനുഭവിക്കുന്നതുമായ ഓരോന്നും, എൻ്റെ വസ്ത്രം ഹലാലാണോ? എൻ്റെ തൊഴിൽ ഹലാലാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ വീട് പണിയാനായിട്ട് ഒരുപാട് സാധനങ്ങൾ പലയിടങ്ങളിലും പോയിട്ട് ഇങ്ങനെ കടമെടുക്കാറുണ്ട് ഇല്ലേ? ഷോപ്പുകളിലൊക്കെ, ഇലക്ട്രിക് ഷോപ്പുകളിൽ, അതല്ലെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ. ബോധപൂർവം നിങ്ങൾ അവിടെ കാശ് കൊടുക്കാതെ കണ്ട് മാറ്റി വെച്ചിട്ട് അങ്ങനെ പിന്തിപ്പിക്കുക. അതൊരു സ്വഭാവമാണ്. സാന്ദർഭികമായിട്ട് പറഞ്ഞ കേട്ടോ, മേടിച്ചോടുത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു സ്വഭാവമാണ്. പിന്നെ കൊടുക്കാതിരിക്കില്ല, കൊടുക്കാം, കുറച്ച് കൊടുക്കും ചോദിക്കുമ്പോൾ. ഇങ്ങനെ കൊടുക്കാതെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ വലിയൊരു ഉരുവിനെയും പിടിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ ഓർത്ത് നോക്കൂ, എങ്ങനെ നമ്മുടെ അറിവ് തഖ്വയുടെ മാനദണ്ഡമായിട്ട് മാറും. നമ്മുടെ മുഴുവൻ ജാഹിലിയത്തിനെയും മുഴുവൻ പൈശാചികതയെയും അള്ളാഹുവിന്റെ മുമ്പിൽ തടുത്തു നിർത്താൻ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് അത് സാധ്യമായി. എന്താണ് ഇബ്രാഹിമെ, അതൊരു സ്വപ്നമല്ലേ? അള്ളാഹു അങ്ങനെ പറയൂ മോനെ അറുക്കാൻ? ഇബ്രാഹിം നബി ഒരു കല്ലെടുത്ത് ഇബ്ലീസിനെ ആട്ടിന. നമ്മളാണെങ്കിൽ എന്താ പറയാ? സ്വപ്നത്തിൽ അങ്ങനെ എന്തെങ്കിലും ആ ഒരു തോന്നലിൽ ഒരു ശരിയില്ലേ? എൻ്റെ സ്വപ്നവും ഇബ്ലീസിന്റെ തോന്നിപ്പിരിക്കലും നമ്മളിങ്ങനെ മാറ്റുരച്ചിട്ട് അള്ളാഹു ചിലപ്പോൾ തോന്നിപ്പിച്ചതാവും. മണ്ടത്തരം പറ്റരുതല്ലോ. ഇത് തന്നെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പണ്ട് വേറൊരു തമാശ പറയണ്ട. പണ്ടൊരു മൗലവി, നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ സാമ്പത്തികമായ നമ്മുടെ ഒരു വിലയിരുത്തൽ, ഈ ബലി എന്ന് പറയുന്നത് എൻ്റെ മുഴുവൻ ജാഹിലിയത്തിനെ, എൻ്റെ മുഴുവൻ പൈശാചികതയെ മാറ്റി നിർത്തിയിട്ട് ഞാൻ അറുത്തു മാറ്റൂലേ? ആ ഒരു ഉരുവിന്റെ കഴുത്തിനെ ഇങ്ങനെ അറുത്തു മാറ്റുമ്പോ ആ ഉരുവിന്റെ കഴുത്തിലല്ല ഞാൻ കത്തിവെക്കുന്നത്. ഞാൻ എന്നിലാണ് കത്തിവെക്കുന്നത്. എന്നിലെ പൈശാചികതയെ, എന്നിലെ തെറ്റിനെ, എന്നിലെ അധാർമികതയെ, എന്നിലെ തോന്നിവാസങ്ങളെ, എന്നിലെ ദേഹേച്ഛകളെയാണ് ഞാൻ കത്തിവെക്കുന്നത്. ഈ ഒരു കൃത്യമായിട്ട് ബോധം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന പല അനർഹമായ വരുമാനങ്ങൾ പോലും ഇതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യമായി കാണുന്നവരാണ് നമ്മൾ പലപ്പോഴും. ഹൈർ, എല്ലാം സമ്പാദ്യങ്ങളും ഹറാമാണ്. ആളോട് ഇങ്ങനെ കൈ കൊടുത്ത് വിശേഷം, എന്താണ് വിശേഷം? അൽഹംദുലില്ലാഹ്, ഹൈറായി പോകുന്നു. ലോട്ടറി കച്ചവടക്കാരനോട് ചോദിക്കണം, എന്താണ് സാഹിബേ, ഹറാമാണ് കച്ചവടം? എന്താണ്, സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, ഹൈറാണ്. ഇങ്ങനെയുണ്ടോ ഒരു ഹൈറാവലി? ഇങ്ങനെയുണ്ടോ ഒരു ബർക്കത്ത്? പണ്ട് ഒരു തമാശയുണ്ട്, സാന്ദർഭികമായിട്ട് ഓർത്തപ്പോൾ പറയും. പണ്ടിങ്ങനെ ഒരു മൗലവി അടുത്ത വീട്ടിലെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, എന്താ മൗലവി നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ദാലിക ഫളലുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹമാണ്. പിന്നെയും പിന്നെയും എടുത്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ചോദിച്ചു, വല്ലാഹി യുഅ്തി മൻ യശാ, എക്കത്തിന് ഖുർആനുണ്ടല്ലോ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഇങ്ങനെ കൊടുക്കുക.
അവസാനം ഭൂമി മുഴുവൻ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ മൗലവി പറഞ്ഞു അത്രേ, വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് എല്ലാം നൽകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഹറാം തമാശയായിട്ട് പറഞ്ഞതല്ല. ഈ തമാശക്കപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളെയും ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉളിഹ്യത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് വർത്തമാനങ്ങൾ കൂടെ സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോന്നും, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടത്, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ വിവാഹങ്ങൾ വളരെ നിസ്സാരമാണ്. ഓരോന്നും നമ്മളിങ്ങനെ എടുത്തെടുത്തെടുത്ത് വിലയിരുത്തി നോക്കിയേ. ഏതായിരിക്കണം നമ്മുടെ ഇസ്മായിൽ, ഇബ്രാഹിം, ഈ പിതാവാകുന്ന നമ്മൾ, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, തന്റെ പിതാവ് ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്യുന്നതിന്റെ പിന്മുറക്കാരനായിക്കൊണ്ട് ഞാൻ നടത്തുന്ന എന്റെ ബലി അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണോ? ഈ ഒരു വിലയിരുത്തലാണ് നമ്മുടെ ബലികർമ്മം എന്ന് പറയുന്നത്, ഉലൂഹിയത്ത് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു നെയ്യത്ത് നന്നാക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാഭാവികമായും ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് ചില ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ സാധാരണ വരാറുണ്ട്. ഇതിൻ്റെ സമയം എപ്പോഴാണ്, ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇനങ്ങളൊക്കെ എങ്ങനെയാകണം, ഇത് എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, പ്രായം, ഇതൊക്കെ നമുക്ക് സാധാരണ നിലയിൽ നമ്മൾ ഇങ്ങനെ ആലോചനകളിൽ സംശയങ്ങൾ വരാറുണ്ട്. ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ലുഹ എന്ന് പറഞ്ഞാൽ തന്നെ ഉലൂഹിയത്ത് എന്ന പദം ലുഹ ലഹ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. പൂർവാന്നത്തിൽ അറക്കുന്നതാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ പൂർവാന്നത്തിന് മുമ്പാണ് പെരുന്നാൾ നമസ്കാരം കഴിയുന്നത്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക? ആ പൂർവാന്ന സമയത്തിൽ അറക്കുക. പെരുന്നാളിന് അന്ന് സാധിക്കുമെങ്കിൽ നമ്മൾ അന്ന് ചെയ്യുക. ദുൽഹജ്ജ് 10, 11, 12, 13 അസ്തമയം വരെ ഇതിന് സമയമുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? രാത്രി അറക്കും. എന്നിട്ട് എന്ത് ചെയ്യും? രാവിലെ തന്നെ വിതരണം ചെയ്യും. ഇത് കറാഹത്താണ് എന്ന്. നമ്മളങ്ങനെ രാത്രി അല്ല അറക്കേണ്ടത്, ഇത് പകലാണ് അറക്കേണ്ടത്. ജനങ്ങൾ കാണട്ടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹുവിന്റെ ശആഇർ, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഹൈറായിട്ട് മാറണം. അവിടെ നമ്മളൊക്കെ എന്ത് ചെയ്യണം? പലപ്പോഴും നമ്മൾ തന്നെയാണ് ഇറക്കേണ്ടത്. നമുക്ക് ഇറക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ സന്നിധനാവാനെങ്കിലും കഴിയണം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആരെങ്കിലും ചെയ്യട്ടെ, കമ്മിറ്റിക്കാർ ചെയ്യട്ടെ, അറിവുകാർ ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ വെക്കാൻ പാടില്ല. പിന്നെ അതിൻ്റെ പ്രായത്തെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് ധാരണയുണ്ടെന്ന് തോന്നുന്നു. ഷെയറിനെ സംബന്ധിച്ചൊരു ധാരണയുണ്ടെന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ ഈ ചെമ്മരിയാടാണെങ്കിൽ 6 മാസം പൂർത്തിയാകണം, 6 മാസം കഴിയണം. അത് കോലാടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാകണം. ആട്, മാട്, ഒട്ടകം ഇതൊക്കെയാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകണം. പണ്ടാരോ ചോദിച്ചില്ലേ കോഴീനെ ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കോഴിയും ഇറച്ചിയാണല്ലോ, മാംസമാണല്ലോ. വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ കൽപ്പന ആട്, മാട്, ഒട്ടകം എന്ന് തന്നെയാണ്. കന്നുകാലി വിഭാഗങ്ങളിൽ വരും. കോഴി കന്നുകാലിയുടെ ഇതിൽ വരൂലല്ലോ. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞത് ഒട്ടകത്തെ അറുക്കുക, റസൂൽ ഒട്ടകത്തെ അറുത്തു എന്നാണ് ഹദീസുകളിലൊക്കെ ഉള്ളത്. പക്ഷെ ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്, ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറുത്തത് ആടിനായതുകൊണ്ട്, ഇസ്മായിലിന് പകരം ആടായതുകൊണ്ട് ആടും അറക്കാവുന്നതാണ്. ആടിന് ഷെയറില്ല. ബാക്കി എല്ലാ ഉരുക്കൾക്കും എന്തുണ്ട്? ഷെയറുണ്ട്. ഷെയർ നടത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു ഷെയർ എന്ന് പറയുന്നത് ഒരു ഉരുവിൻ്റെ 7 പേര് കൂടിയിട്ടാണ് അറക്കേണ്ടത്. അങ്ങനെ 7 പേര് കൂടിയിട്ട് 7 ഷെയർ 5000 രൂപ വെച്ചിട്ട് നിങ്ങളിത് ശ്രദ്ധിക്കണം. 5000 രൂപ വെച്ചിട്ട് നമ്മൾ 7 ഷെയർ എടുത്തു. അപ്പം എത്ര? 7 5 35. ഈ കാശും കൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ അറിയണത് എന്ത്? ഉരുവിന് 38,000 രൂപയാണ്. അപ്പോൾ ഉടനെ വേറെ ആളോട് ഒരു 1000 രൂപ ഇങ്ങോട്ട് തന്നെ, ഒരു 2000 രൂപ ഇങ്ങോട്ട് തന്നെ. ഇത് ശരിയാവൂല. മനസ്സിലായി നമ്മൾ? ഇത് ശരിയാവൂല. ആ ഷെയർ എത്രയാണോ നമുക്ക് നിയമമാക്കപ്പെട്ടിട്ടുള്ളത്, ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ളത്, അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റുന്ന ഒരു ഉദാഹരണം മാത്രം എടുത്തു പറഞ്ഞതാണ്.
പിന്നെ വളരെ നമ്മൾ സാധാരണ ഈ മാർക്കറ്റിലൊക്കെ മാംസമൊക്കെ ഉരുക്കളൊക്കെ ഏതായിരിക്കും അറക്കുന്നത്, ചാവാൻ പോണത്, രോഗമുള്ളത്, ഇതൊക്കെയാണ് പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഉലുഹിയത്ത് അറക്കുന്നത് ആരാ? നമ്മുടെ മോനാ. മനസ്സിലായില്ലേ? നമ്മുടെ താല്പര്യങ്ങളാ. അവിടെ ഏറ്റവും മുന്തിയ ഇനത്തെ തന്നെ അറക്കാൻ കഴിയണം. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് കഴിയുമോ എന്നറിയില്ല. കുറേ നേരത്തെയൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ട് നിർത്തി അതിൽ ഭാര്യയ്ക്ക് പങ്കുണ്ടാകണം, മോനുക്ക് മനസ്സിലാകണം, മോനെ ഇതും എനിക്ക് പകരമാണ് ബാപ്പ മേടിച്ച് നിർത്തിയേക്കുന്നതെന്ന് അറിയണം, അവിടുത്തെ താല്പര്യങ്ങൾക്കെതിരാണെന്നറിയണം. അതിനെ കുളിപ്പിച്ച് അതിനെ വളരെ ഭംഗിയാക്കി ഒക്കെ നിർത്തി അന്നിങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകൂല. ഉരുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉരുവിനെ അറുക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു നിലവിളി ഉണ്ട്, ഒരു കരച്ചിലുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് അതിനറിയാൻ കഴിയുന്ന ഈ ഉരുവിനെ അഴിച്ച് കൊണ്ടുപോകുന്നത് തീറ്റിക്കാനാണോ കുളിപ്പിക്കാനാണോ അറുക്കാനാണോ എന്ന് അതിനറിയാമെന്ന ആ ഒരു കരച്ചിലുണ്ട്. വീട്ടിൽ നിന്ന് പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ അറവ് സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കരയുമ്പോൾ നമ്മുടെ മനസ്സ് പെടുക്കണം. അവിടെ നമ്മൾ ഓർക്കണം, ഞാൻ അറക്കുന്നത് എൻ്റെ താല്പര്യങ്ങളെ എനിക്ക് കഴിയാതിരുന്നിട്ട് കൂടി ഞാൻ സന്നദ്ധനാകുന്നു. ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടോ എന്തോ അല്ലാഹു അലം. ഹാജറ റളിയല്ലാഹു അൻഹ നോക്കത്താ ദൂരത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു എന്നാണ്. ഹസ്രത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമ ബാപ്പ മകനെ കൈപിടിച്ച് നോക്കുന്നത് ഇങ്ങനെ നോക്കി നിന്നു എന്നാ. കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്ന ബാപ്പമാരും ഉമ്മമാരും ഇല്ലേ ഇവിടെ? എത്ര ആനന്ദത്തോടും കൗതുകത്തോടും കൂടിയിട്ടാണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത്. കയറി ടാറ്റ പറഞ്ഞ് ചിലവർ സലാം പറയും, എന്നുമാകട്ടെ. ആ ബസ് ഇങ്ങനെ പോകുമ്പോൾ ആ ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു ആത്മകഥമില്ലേ? ബസ് വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കും മകൻ വന്നിറങ്ങാൻ. കാരണം എൻ്റെ സർവസ്വം ആ മകനാണ്. ഈ ഒരു മനസ്സായിരിക്കണം ശരിക്കും നമ്മൾ ഈ ഉരുവിനെ നമ്മളിങ്ങനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ തിരിച്ച് ഭർത്താവ് അറുത്ത് വരുന്നതിനോടുള്ള ചോദിക്കാൻ എന്താണ് ആ ഉരുവിനെ അർത്ഥപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് തൻ്റെ പ്രിയതമ ചോദിക്കണം. കഴിയൂ നമുക്ക് അങ്ങനെ ഉലുഹിയത്ത് അറക്കാൻ? അതാണ് ഉലുഹിയത്തിൻ്റെ നെയ്യത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയൊക്കെ അല്ലെങ്കിൽ ആ അറവ് നടക്കുന്നത് വരെ നമ്മുടെ നഖവും മുടിയും ഒക്കെ നീക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതും സുന്നത്താണ്. എന്താണ് അതിൻ്റെ ഒരു കഥ നിങ്ങളൊന്ന് പറഞ്ഞേ. ഉലുഹിയത്ത് അറക്കാൻ പോണവർ, ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയതാണ്. ഉലുഹിയത്ത് അറക്കാൻ പോണവർ 1 മുതൽ 10 വരെ അല്ലെങ്കിൽ അറവ് നടത്തുന്നത് വരെ നിങ്ങൾ മുടിയൊന്നും നീക്കരുത്. ഇതിൻ്റെ ഒരു ആരാധനയുടെ വശം എന്താ? സ്വന്തം മോൻ അറക്കാൻ പോണോടുത്ത് എന്ത് സൗന്ദര്യ സങ്കല്പമില്ല. നമ്മളൊക്കെ വലിയ സൗന്ദര്യ സങ്കല്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് അല്ലേ? സ്വന്തം മോനെ ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബാപ്പയുടെ മനസ്സ്, സ്വന്തം മകൻ നഷ്ടപ്പെടാൻ പോകുന്നിടത്ത് ചില മക്കളൊക്കെ പെട്ടെന്ന് വയ്യാണ്ടാകും. ഇത്ര ദിവസത്തിൽ ഓപ്പറേഷൻ വലിയ സർജറി ഫിക്സ് ചെയ്തേക്കാണ്. ആ ബാപ്പയുടെ ഒരു മനസ്സുണ്ടല്ലോ. വീട്ടിലത് പിന്നെ രോഗവിവരം അറിഞ്ഞത് മുതൽ വീട്ടിൽ പിന്നെ ഭക്ഷണം തന്നെ വെക്കൂല, എങ്ങനെയെങ്കിലൊക്കെ കഴിക്കും. ആകെ വിഷമങ്ങൾ, പ്രാർത്ഥനകൾ, നിസ്കാരങ്ങൾ. അവസാനം ആ മോനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ഇതുപോലെ ആയിരിക്കും. ഇതാണ് ഈ മുടിയും മകമൊന്നും നീക്കാതെ സ്വന്തം താല്പര്യങ്ങളെ അറക്കാൻ നമുക്ക് കഴിയണം. ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബലി എന്ന് പറയുന്നത് അത് വെറും കാട്ടിക്കൂട്ടലല്ല, നമ്മുടെ പൊങ്ങച്ച പ്രകടനങ്ങളല്ല. അള്ളാഹുവിൻ്റെ ശആഇർ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ആരാധനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള കടപ്പാട് നിങ്ങൾക്ക് പൂർണ്ണമാകണമോ? വിശക്കുന്ന മനുഷ്യന് അന്നത്തിലൂടെ ആയിരിക്കണം എന്നോടുള്ള കടപ്പാട് പൂർണ്ണമാകുന്നത് എന്നാണ് ബലി നമുക്ക് നൽകുന്ന ജീവിത സന്ദേശം. ഇതാണ് നമ്മുടെ നെയ്യത്ത്. നമ്മുടെ നെയ്യത്തുകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നമാ യതഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ. ഈ ഒരു തഖ്വയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സഹോദരനെ വഞ്ചിച്ചും പറ്റിച്ചും തട്ടിച്ചും കൊണ്ട് ഇവിടത്തെ വലിയ ആളാകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇത് നാളെ ഈ ഉരു നമുക്കെതിരെ സാക്ഷ്യം വഹിക്കുമെന്ന് നമ്മൾ ഓർക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ നെയ്യത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കാര്യങ്ങളെ അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വാർദ്ധക്യം കൊണ്ട്, രോഗം കൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം ഒരു ചായക്കടക്കാരൻ പറഞ്ഞൊരു വർത്തമാനമാണ്. 10 ലിറ്റർ ചായ എടുക്കുന്ന, പാല് വാങ്ങിയിട്ട് ചായ വിൽക്കുന്ന കടക്കാരനാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഇന്ന് 1 ലിറ്റർ പാല് വാങ്ങിയിട്ട് പോലും കുടിക്കാൻ ആളില്ല. 10-200 കടിയൊക്കെ, ഞാൻ ചായപ്പൊടി കച്ചവടം നടത്തുന്ന ഒരാളായതുകൊണ്ട് അതിൻ്റെ ഒരു അനുഭവം പറയുകയാണ്. 10-200 കടി എണ്ണക്കടികൾ വിൽക്കുന്ന കടക്കാരൻ 30 കടി വാങ്ങി വെച്ചിട്ട് 10 കടി ബാലൻസ് എന്നാ പറയുന്നത്. നമ്മളൊക്കെ ഷോപ്പൊക്കെ തുറന്നിരുന്നിട്ട് ഒരാള് വെറുതെ വിശേഷം അന്വേഷിക്കാൻ കയറി വന്നാൽ തന്നെ പടച്ചോന് ഒരാള് നമ്മുടെ കടയിൽ വന്നല്ലോ എന്ന് നമ്മൾ ആഗ്രഹിക്കും. സ്ഥാപനങ്ങളൊക്കെ വലിയ പ്രതിസന്ധികളിലാണ്. പ്രത്യേകിച്ച് ഗൾഫിലുള്ള നമ്മുടെ സഹോദരന്മാരൊക്കെ ജോലി നഷ്ടപ്പെടുമോ, എന്താ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ആഗോളതലത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ദാരിദ്ര്യത്തെ നമ്മൾ മുന്നിൽ കാണണം. അവിടെ ചില കരുതിവെപ്പുകൾ, നമ്മുടെ ദൂർത്തുകൾ, നമ്മുടെ പാഴ്ചെലവുകൾ ഒക്കെ ഒരു കരുതലോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. ഈ വലിയ വിപത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. മറ്റൊന്ന് ചൂട്, അത് കഠിനമാണ്. നമ്മുടെയൊക്കെ നിരന്തരമായ പ്രാർത്ഥനകൾ, ഇസ്തിഗ്ഫാറോടുകൂടിയുള്ള പ്രാർത്ഥനകൾ, പടച്ചവനെ മഴയ്ക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താനാണ് പറഞ്ഞത്, മഴയ്ക്ക് വേണ്ടി പാപമോചനം നടത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا أستغفر الله لي ولكم واستغفروه إنه غفور